മഞ്ചേശ്വരത്തും അതുപോലെ തന്നെ കാസർഗോഡ് വോട്ട് കൂടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾ വോട്ട് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. കാര്യം അവിടെ ഇടതുപക്ഷ മുന്നണിക്ക് വലിയ സ്വാധീനമില്ല. BJPക്കാണ് മഞ്ചേശ്വരത്ത് കോൺഗ്രസ് കഴിഞ്ഞാൽ 2ാം സ്ഥാനം. അത് ഒരിക്കൽ നിങ്ങൾക്കറിയാമല്ലോ, റത്തുച്ച മത്സരിക്കുമ്പം 89 വോട്ടിനാണ് അദ്ദേഹം കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. അപ്പോൾ BJPക്ക് വളരെ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് അവിടെ BJPക്ക് ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ പാകപ്പഴയുടെ അടിസ്ഥാനത്തിൽ വ്യാപകമായ പ്രതിഷേധവും അതുപോലെ തന്നെ വ്യാപകമായ നിരാശയും നേതൃത്വത്തിലുണ്ടായി. ആ നേതൃത്വത്തിൻ്റെ നിരാശയും അത് പ്രതിഷേധവും തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊരു നല്ല ശതമാനം വോട്ട് എനിക്ക് മഞ്ചേശ്വരത്ത് വർദ്ധിക്കും, കാസർഗോഡ് വർദ്ധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തവണ എനിക്ക് കിട്ടിയ 40,438 ഇത്തവണ 1 ലക്ഷം കവിയും. ഈ ചെർക്കളയിൽ ഇന്നലെ UDFന്റെ പ്രവർത്തകർ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചിരുന്നു, അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മാധ്യമപ്രവർത്തകരെ ആരാക്രമിച്ചാലും അതിന് ഞാൻ കൂട്ടുനിൽക്കില്ല, ഒരിക്കലും കൂട്ടുനിൽക്കില്ല. കാര്യം മാധ്യമപ്രവർത്തകരുടെ ജോലിയാണ് അവർ ചെയ്യുന്നത്. അവരെ എന്തിനാ ആക്രമിക്കേണ്ട കാര്യം? ഒരു കാരണവശാലും അതിനോട് യോജിക്കത്തില്ല. അത് ഞാൻ അന്വേഷിക്കും. ഞാനിന്നലെ രാത്രി ഒരുപാട് വൈകിയ വന്ന കാര്യം, പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രിയിൽ 6ഓളം ആളുകൾ തല്ലുകൊണ്ട് കിടക്കുന്നുണ്ട്. അവരെല്ലാം ബൂത്ത് ഏജൻറ്റുമാരായിരുന്നു. അവരെ കണ്ടിട്ട് ഞാൻ രാത്രി വരുമ്പോൾ ഏതാണ്ട് 12:30 മണിയായി. പിന്നെ MLA ആരോ തടഞ്ഞതായിട്ട് ഇങ്ങനെ വാർത്ത കേട്ടു. 12:30 വന്നു കഴിഞ്ഞ് പിന്നെ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ പിന്നെ മഞ്ചേശ്വരത്ത് എല്ലാ ബൂത്തുകളിലും, ഇവിടെ കാഞ്ഞങ്ങാട്ട് ഇക്ബാൽ ബൂത്തിലടക്കം 600-700 ആളുകൾ ക്യൂവിൽ നിൽക്കുകയാണ് വോട്ട് ചെയ്യാൻ. അതുപോലെ പെരുമ്പട്ടെ വോട്ട് ചെയ്യാൻ അവിടെയൊക്കെ ഞങ്ങൾ വിളിച്ച് ഒരു ബൂത്ത് ഏജൻറ്റിനെ വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല പ്രിസൈഡിങ് ഓഫീസർ. 6 മണിക്ക് പോളിംഗ് തീർന്നു, അയാൾ എല്ലാവർക്കും കൊണ്ടുപോയി സ്ലിപ്പ് കൊടുത്തു. അപ്പോഴും ബൂത്ത് ഏജൻ്റ് അകത്തിരിക്കുകയാണ്. ബൂത്ത് ഏജൻറ്റ് സ്ലിപ്പ് മേടിക്കേണ്ട കാര്യമില്ല, ആ ബൂത്ത് ഏജൻറ്റിനെ വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒബ്സർവറെ വിളിക്കുക, ഇലക്ഷൻ കമ്മീഷൻ വിളിക്കുക. കാര്യം മഞ്ചേശ്വരത്തെ എല്ലാ ബൂത്തുകളിലും 600-ലധികം ആളുകൾ ഓരോ ബൂത്തിന് വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കുകയാണ്. പ്രിസൈഡിങ് ഓഫീസർമാർ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി ഓപ്പണായി സ്റ്റാൻഡ് എടുത്തു. കാര്യം ഈ ഓപ്പൺ ഔട്ട് ചെയ്യാൻ അവർ മാക്സിമം സമയമെടുത്തു മഞ്ചേശ്വരത്തും അതുപോലെ തന്നെ കാസർഗോഡ്. എന്ന് വെച്ചാൽ അവർ ഓപ്പൺ ഔട്ട് ചെയ്യാൻ എടുത്ത സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ട്. അത് വളരെ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായിട്ടാണ് പ്രിസൈഡിങ് ഓഫീസർ ഓരോ കാര്യത്തിനും തീരുമാനമെടുത്തത്. ഞാൻ ഈ മുതുകാട്ട് റിട്ടേണിംഗ് ഓഫീസറെ വിളിച്ച് പറഞ്ഞു, നിഷ്പക്ഷമായി നീതിപൂർവമായി സുതാര്യമായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് നിങ്ങളെ പ്രിസൈഡിങ് ഓഫീസറാക്കിയത്. നിങ്ങൾ കള്ളവോട്ടിന് കൂട്ടിവയ്ക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം ഗുരുതരമായ ചെറുക്കങ്ങളാണ്. അപ്പം അയാളൊന്ന് തിരിഞ്ഞു കഴിഞ്ഞിട്ട് ഞാനിങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ കള്ളവോട്ട് വന്ന് അയാൾ പിടിച്ചപ്പോൾ തന്നെ അടി തുടങ്ങി. ആട്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കാണും. പൊരിഞ്ഞടി അടിച്ചടിച്ച് വന്നാണ് എൻ്റെ വാഹനം ആക്രമിച്ചത്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക് പരിപൂർണമായ സുരക്ഷിതത്വവും സംരക്ഷണവും പോലീസ് കൊടുത്തു. ഇവിടെ ഒരു IPS ഓഫീസറായിരുന്നു ഇവിടുത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ട്. അദ്ദേഹം വളരെ നിഷ്പക്ഷമായാണ് കാര്യങ്ങൾ ചെയ്തത്. അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മാറ്റേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹത്തെ മാറ്റിയപ്പോൾ തന്നെ പോലീസിൻ്റെ സേവനം ഇടതുപക്ഷ മുന്നണി കിട്ടാൻ വേണ്ടിയാണ് മാറ്റിയത്. പിന്നെ ഒരു പ്രൊമോട്ടഡ് കൺഫേർഡ് IPSകാരനെയാണ് ഇവിടുത്തെ SP ആക്കി വെച്ചത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് നിങ്ങളത് അന്വേഷിച്ചാൽ മതി. അപ്പോൾ ഞാനിന്ന് രാത്രി പരാതി പറയാൻ അദ്ദേഹം വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി, ഞാൻ കേന്ദ്രീയ വിദ്യാലയത്തിൽ വോട്ടെണ്ണുന്ന സ്ഥലത്ത് നിൽക്കുകയാണ്. വോട്ടെണ്ണുന്ന സ്ഥലം ജൂൺ 4-ാം തീയതി വോട്ടെണ്ണുന്നത്. നിങ്ങൾ SP വെരിഫൈ ചെയ്യുക. കാൻഡിഡേറ്റായ ഒരാൾ ഒരു സ്ഥലത്ത് അക്രമം നടക്കുന്നു, അത് പറയാനായി രാത്രി വിളിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ കേന്ദ്ര സർവകലാശാലയിൽ നിൽക്കുകയാണ്, വോട്ടെണ്ണുന്നിടത്തേക്കാണ്, എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി. അപ്പം എത്ര നിരുത്തരവാദപരമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥിയോട് SP സംസാരിച്ചത്. വോട്ടെണ്ണുന്ന അയാൾക്കെന്താ അവിടെ കാര്യം? വോട്ടെണ്ണുന്ന 4-ാം തീയതി, ജൂൺ മാസം 4-ാം തീയതി. അപ്പോൾ ജില്ലയിൽ വ്യാപകമായി ആക്രമണം നടക്കുമ്പോൾ അത് പറയേണ്ട ഉദ്യോഗസ്ഥൻ SP ആയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി, ഞാൻ വോട്ടെണ്ണുന്ന കേന്ദ്രത്തിൽ നിൽക്കുകയാണ്, ജൂൺ 4-നാണ് വോട്ടെണ്ണുന്നത്, അവിടെ നിൽക്കുക എന്ന് പറഞ്ഞു. അപ്പം വ്യാപകമായി ഈ പോലീസ് സൂപ്രണ്ടിനെ ഇവിടുന്ന് മാറ്റിയത് IPS ഓഫീസ് എത്രയും സ്വതന്ത്രമായും നിഷ്പക്ഷമായും നീതിപൂർവ്വം ഭവിച്ച ഒരു IPS ഓഫീസറെ മാറ്റി അവരുടെ അജ്ഞാനവർത്തിയായ ഒരാളെ കൊണ്ടുവച്ചത് ഈ ഇലക്ഷൻ അട്ടിമറിക്കാൻ. എന്ന് വെച്ചാൽ ഇലക്ഷന് നടക്കുന്ന അക്രമങ്ങൾക്ക് കൂട്ടുക. അത് അദ്ദേഹം പരിപൂർണമായി അവർക്ക് സംരക്ഷണം കൊടുത്തു.